ദൈവം എന്നെ നിയന്ത്രിക്കണമെന്ന് പ്രാർത്ഥിക്കണം. ബിസിനസ് ആകട്ടെ, കൃഷിയാകട്ടെ, ജോലിയാകട്ടെ, പഠനമാകട്ടെ, കുടുംബജീവിതമാകട്ടെ. ശിഷ്യന്മാർ പറഞ്ഞു ഇതേ ഭയങ്കര കൊടുങ്കാറ്റ് പ്രശ്നമാണ്. അപ്പോൾ മുതൽ യേശു അതിനെ നിയന്ത്രിക്കാൻ തുടങ്ങി. നേരത്തെ നിയന്ത്രിച്ചതിനെ ദൈവം നിയന്ത്രിക്കാൻ തുടങ്ങി. മനസ്സിലായോ? കാറ്റാണ് അവരെ നിയന്ത്രിച്ചത്, കാറ്റിനെ ദൈവം നിയന്ത്രിക്കാൻ തുടങ്ങി. വലിയ തിരമാലയാണ് അവരെ നിയന്ത്രിച്ചത്, അപ്പോഴാണ് ഇങ്ങനെ മറിയാനൊക്കെ തുടങ്ങിയത്. അതിനെ ഇപ്പൊ യേശു നിയന്ത്രിക്കാൻ, നിന്നെ തകർക്കാൻ ശ്രമിക്കുന്നതിനെ യേശു നിയന്ത്രിക്കും. വരച്ച വരെ നിർത്തും. നിനക്കൊരു ഉപദ്രവവും വരുത്താതെ. അതായത് ശിഷ്യന്മാർ ചോദിച്ചത്, അയ്യോ കാറ്റും കടലും പോലും ഇവൻ പറഞ്ഞത് കേട്ട് മാറിപ്പോയല്ലോ, ഇതെങ്ങനെ സംഭവിച്ചു? നിനക്കെതിരെ നിൽക്കുന്നതിനെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താൻ, വരച്ച വരെ നിർത്താൻ. നമ്മൾ പറയില്ലേ, വരച്ച വരെ കൊണ്ടുവരാൻ, വരച്ച വരെ നിർത്താൻ, നിന്നെ തകർത്തു കളയുമെന്ന് പറഞ്ഞു വെല്ലുവിളിച്ചതിനെ വരച്ച വരയിൽ കൊണ്ടുവന്ന് നിയന്ത്രിക്കാൻ നിനക്ക് പറ്റില്ലേലും ദൈവത്തിന് സാധ്യമാണ്. ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാൾ മുതൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന ഒരാൾ വരെ, താഴെയുള്ള ചാപ്പലിലും മുറ്റത്തുമായി വരാന്തകളിലുമായി നിൽക്കുന്നവർ എല്ലാവരെയും വളരെ സ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ പ്രാർത്ഥനയിൽ നിയോഗത്തിൽ ചേർത്ത് വയ്ക്കുകയാണ്. ഈ വാക്യമൊന്ന് ഓർക്കുക. ഇന്ന് ഞാൻ ഏത് സങ്കടമായിട്ടാണോ ഈ സ്ഥലത്ത് വന്ന് കയറിയത്, ആ വിഷയത്തിനകത്ത് യേശു ഒരത്ഭുതം ചെയ്യുമെന്ന് ഞാൻ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കണ്ണുകളടച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്നുവരെ ആരുടെയൊക്കെ പ്രാർത്ഥനാ നിയോഗങ്ങളാണോ ഇവിടെ എഴുതി സമർപ്പിച്ചിട്ടുള്ളത്, അതെല്ലാം ഒരിക്കൽ കൂടി ഒന്ന് പ്രാർത്ഥിക്കാൻ ഓർക്കുകയാണ്. നിയോഗം സമർപ്പിച്ച ഓരോ ആവശ്യങ്ങളെയും എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തൻ നാമത്താൽ സാധ്യമാണ് എല്ലാം. എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തൻ നാമത്താൽ സാധ്യമേ എല്ലാം. വിശ്വസിച്ച് പൈതൃ വചനമാണ് പാടിയത്. ദൈവത്താൽ എല്ലാം സാധ്യമാണ്. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന് ദൈവത്തിന് ഒരു അത്ഭുതം ചെയ്യാൻ കഴിയും. ഇത് ആത്മാർത്ഥമായൊരു ബോധ്യത്തോടെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. എൻ ദൈവത്താൽ കഴിയാത്തത്, എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എല്ലാം. ഒരിക്കൽ കൂടി പറഞ്ഞേ, എൻ ദൈവത്താൽ കഴിയാത്തത് ഏതുമില്ല, തന്നാമത്താൽ സാധ്യമേ എല്ലാം. ആ കരങ്ങളെ ഹൃദയത്തോടൊന്ന് ചേർത്ത് വയ്ക്കാം. കർത്താവേ, ഇങ്ങനെയൊന്ന്
ഞാൻ ചൊല്ലിത്തരുമ്പോൾ നിങ്ങൾ മനസ്സിൽ കൂടെ ഈ വാക്യങ്ങളൊന്ന് കടന്നു പോട്ടെ. കർത്താവെ, അങ്ങയെയും അങ്ങയുടെ വചനത്തെയും സ്നേഹിക്കാനുള്ള ഒരു നല്ല ഹൃദയം എനിക്ക് തരണമേ. കർത്താവെ, അങ്ങയുടെ വചനത്തെയും അങ്ങയെയും സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സും ഒരു നല്ല ഹൃദയവും എനിക്ക് തരണമേ. ദൈവമേ, അങ്ങയെ സ്നേഹിക്കാനുള്ള നല്ല ഹൃദയം എൻ്റെ ജീവിത പങ്കാളിക്ക് കൊടുക്കണമേ. ദൈവമേ, അങ്ങയെ സ്നേഹിക്കുന്ന നല്ല ഒരു മനസ്സും ഹൃദയവും എൻ്റെ മക്കൾക്ക് കൊടുക്കണമേ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക് അത് കൊടുക്കണമേ. ദൈവമേ, നിന്നെയും നിന്റെ വചനത്തെയും സ്നേഹിക്കാനുള്ള ഒരു നല്ല മനസ്സ്, ഒരു നല്ല ഹൃദയം ഞങ്ങൾക്ക് തരണമേ. ഇടതും വലതും മുമ്പിലും പിറകിലുമുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ഞാനിങ്ങനെ ഒരു കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കാം. കർത്താവേ, അങ്ങയ്ക്ക് എന്നെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും എന്നിൽ യാതൊരു യോഗ്യതയില്ല. ഞങ്ങളിൽ ഒരുപാട് കുഴപ്പങ്ങളും കുറവുകളും ഉണ്ട്. എങ്കിലും ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഒരു പാട്ട് തന്നെയുണ്ട്, യേശുവേ, അങ്ങയെപ്പോലെ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. കുഴപ്പങ്ങളുള്ള, കുറവുകളുള്ള, ബലഹീനതയുള്ള എന്നെ അങ്ങ് സ്നേഹിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ധൈര്യം. വചനം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് അറിയുന്നു. വേദനിക്കുന്ന നിന്നെ ദൈവം അറിയുന്നു. സങ്കടപ്പെടുന്ന നിന്നെ ദൈവം കാണുന്നു. സങ്കടപ്പെടുന്ന നിന്നെ ദൈവം അറിയുന്നു. നിന്റെ ഹൃദയത്തിനകത്തുള്ള ആ വേദന ദൈവം മനസ്സിലാക്കുന്നു. യേശുവേ, അങ്ങയെപ്പോലെ സ്നേഹിക്കാൻ വേറെ ആരുമില്ല. യേശുവേ പോലെ സ്നേഹിക്കാൻ ആരും ഇല്ല. യേശു